അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് സ്പോയിലായിട്ടുമുണ്ട്. പലർക്കും തെറ്റ് പറ്റുന്നതും അല്ലെങ്കിൽ തെറ്റ് പറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പാരന്റിങ് എന്ന് പറയുന്നത്. നമ്മൾ പാരന്റിങ്ങിന്റെ ഒരു ഏജ് കണക്കാക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ജനിച്ചത് മുതൽ ഏകദേശം ഒരു 18 വയസ്സ് വരെ, അതായത് ഒരു അഡൾട്ട്ഹുഡിൽ പ്രവേശിക്കുന്ന വരെയാണ് നമ്മളൊരു കുട്ടിക്ക് പാരന്റിങ് ആയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഗൈഡിങ് ആണ്. പക്ഷെ പല പാരന്റ്സിനും ഈ ഒരു കാര്യം അറിയില്ല. അവരെന്ത് ചെയ്യും? മക്കൾക്ക് 18 വയസ്സായാലും 30 ആയാലും 40 ആയാലും ഒക്കെ അവരെന്ത് ചെയ്യും? പാരന്റിങ് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പല പേരൻസും മക്കൾ എത്രത്തോളം വലുതായി കഴിഞ്ഞാലും ചെറിയ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആ വലിയ മക്കളെയും ട്രീറ്റ് ചെയ്യുക. അതെന്ത് ചെയ്യും? അവരെ ഒരു ഇൻഡിപെൻഡൻസി അല്ലെങ്കിൽ സ്വയം തീരുമാനം എടുക്കാനുള്ള അല്ലെങ്കിൽ സ്വയം ഡിസിഷൻ എടുക്കാനുള്ള കാര്യത്തിനൊക്കെ നന്നായിട്ട് ബാധിക്കും അത്. കാരണം എന്ത് കാര്യത്തിനും നമ്മൾ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും വളരാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവണില്ല. എന്തിനും നമ്മൾ പേരൻസിനെ പോയി ഡിപ്പെൻഡ് ചെയ്യുക, എന്ത് കാര്യം അവരോട് ചോദിക്കുക, ഡിസിഷൻസോ കാര്യം എന്തെടുക്കണമെങ്കിലും അവരൊരു സപ്പോർട്ട് നമ്മൾ സീക്ക് ചെയ്യുക എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യും? ഇത് എത്തിച്ചേരും. പിന്നെ ഇത്തരത്തിലുള്ള ഒരു പാരന്റിങ് മക്കളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പരിധി വരെ ബാധിക്കാറുണ്ട്. അതായത് എന്ത് ചെയ്യും? സ്വയം ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യും? അവര് പേരൻസിന്റെ അഡ്വൈസ് സീക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരെടുക്കേണ്ട തീരുമാനമാണ്. ആ ഒരു കാര്യത്തിലും കൂടെ വേറെ മൂന്നാമത് ഒരാളെ അഡ്വൈസ് എന്ത് ചെയ്യും? അവർ സീക്ക് ചെയ്യും. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും? ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു ബോണ്ട് അല്ലെങ്കിൽ അവർക്ക് സ്വയം ഒരു തീരുമാനം എടുക്കാനുള്ള എബിലിറ്റിനൊക്കെ ഇല്ലാതാക്കാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് സ്പോയിലായിട്ടുമുണ്ട്. കാരണം ഇത്തരത്തിൽ എന്ത് കാര്യത്തിൽ നമ്മൾ വേറൊരാളെ അഡ്വൈസ് സീക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മളെ കൂടെയുള്ള പാർട്ട്ണർക്കും തോന്നും, ഓ ഇയാൾക്ക് എന്ത് സ്വയം തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലേ എന്നുള്ളൊരു തോട്ട് എന്ത് ചെയ്യും? അവരുള്ളിൽ വരും. അതെന്ത് ചെയ്യും? ആ ബോണ്ടിനെ ബാധിക്കും. സോ ഓരോ ടൈമിലും കൊടുക്കേണ്ടതായിട്ടുള്ള പാരന്റിങ് അല്ലെങ്കിൽ ഗൈഡിങ് അത് അതുപോലെ തന്നെ കൊടുക്കുക. പിന്നെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പാരന്റിങ്ങിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ടോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല രീതിയിൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ പോട്ടെ. താങ്ക് യു.